ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എഡ്യൂറ്റേൽസ് വിത്ത് ജെ. എഡ്യൂറ്റേൽസ് ജെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നേഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം കുറച്ച് കമൻറ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമോ എന്ന് ചോദിച്ച് പേഴ്സണൽ മെസ്സേജും അതുപോലെ കോളുകളും വരികയുണ്ടായി. സോ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായും ഓസ്കി എന്താണ് ഓസ്കി, എങ്ങനെ ഓസ്കി നമുക്ക് പാസ്സാകാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഓസ്കി ഫെയിലാകുന്നു, ഫെയിലായാൽ എന്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മളോട് ഒരാൾ വളരെ സങ്കടപ്പെട്ട് ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ ഓസ്കി ഫെയിലായി, ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ട്, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല, എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന്. ആ കാര്യം കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഓസ്കിക്ക് അതൊരു സാഡ് ന്യൂസ് ആണ്, പക്ഷെ കുറച്ച് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുണ്ട്, അത് നമുക്ക് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഓസ്കി അറ്റൻഡ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമുക്ക് ഇനി മുമ്പോട്ടുള്ള നമ്മളോട് ഇനിയും കുറേ ഇൻഫർമേഷൻസ് ചോദിച്ചിരുന്നു, അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ബേസ്ഡ് ഓൺ ഓസ്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓസ്കി? ഓസ്കി എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലേക്ക് ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സസിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. ഇത് ഒബ്സ്ട്രക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പം ഇതിൽ ശരിക്കും എന്ന് പറയുന്നത് ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാം ഉണ്ട്, അതുപോലെ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമും ഉണ്ട്. പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനാണ് നമ്മൾ ഓസ്കി എന്ന് പറയുന്നത്. ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാം ഇത് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഈവൻ നമ്മുടെ നാട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാം. മിഡിൽ ഈസ്റ്റിലാണെങ്കിലും നമുക്ക് മിഡിൽ ഈസ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇവരുടെ നേഴ്സിംഗ് കൗൺസിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സെൻറ്ററിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓൺലൈൻ തിയററ്റിക്കൽ എക്സാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ശരിക്കും പാർട്ട് എയും പാർട്ട് ബിയുമാണുള്ളത്. പാർട്ട് എയിൽ മെഡിക്കേഷൻ സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്. മെഡിക്കേഷൻ സേഫ്റ്റി ആ പാർട്ട് എയ്ക്ക് ഫീസ് എന്ന് പറയുന്നത് $32 ആണ്. പാർട്ട് ബിയിൽ നേഴ്സിംഗ് നോളജാണ് അസസ് ചെയ്യുന്നത്. ഈ നേഴ്സിംഗ് നോളജ് അസസ് ചെയ്യുന്ന ആ പാർട്ട് ബിയുടെ ഫീസ് എന്ന് പറയുന്നത് $108. അങ്ങനെ ടോട്ടൽ $140 ആണ്, ന്യൂസിലാൻഡ് ഡോളറാണ് ഫീസ് എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നമ്മൾ ഫെയിലായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് റീസിറ്റിംഗ് അനുവദിച്ചിട്ടുണ്ട്. 3 ടൈംസ് ആണ്, നമുക്ക് 3 അറ്റംപ്റ്റ്സ് ആണ് ഉള്ളത്. ഈ റീസിറ്റിങ്ങിന് പാർട്ട് എ മാത്രമാണ് ഫെയിൽ ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ പാർട്ട് എ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അവിടെ പാർട്ട് ബിയും കൂടെ അറ്റൻഡ് ചെയ്യുന്ന കാര്യം ഇല്ല. ഇനി നമുക്ക് പറയാനുള്ളത്, ഇതെല്ലാം പാസ്സായതിനു ശേഷം ന്യൂസിലൻഡിൽ വന്ന് ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് 2 days അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യുന്ന എക്സാമാണ് ഓസ്കി എന്ന് പറയുന്നത്. ഈ പ്രിപ്പറേറ്ററി കോഴ്സിന് വേണ്ടി $500 ആണ് ഫീസ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു എക്സാമിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $3000. സോ ടോട്ടൽ 3500. ഇത്രയൊക്കെയാണ് ഫീസ് നമ്മൾ പറഞ്ഞ എക്സാമിന് മാത്രം. രജിസ്ട്രേഷനും അതിൻ്റെതായ നമ്മുടെ CGFNS അസസ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫീസുകളൊക്കെ വേറെ. ഇത് ഒള്ളി ഈ എക്സാമിൻ്റെ ഫീസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ $3000 തന്നെ അടച്ച് വീണ്ടും നമ്മൾ റീസിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതും 3 അറ്റംപ്റ്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എങ്ങനെയാണ് ഓസ്കി നടക്കുന്നത്, എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ടിപ്സിലൂടെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ സക്സസ് ആകാൻ സാധിക്കുമെന്നുള്ളത്. ഈ ഓസ്കി ശരിക്കും റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്, ഇവരൊരു 5 hours എന്ന് പറയുന്ന പേരിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ 3 hours ഉള്ളൂ ഒറിജിനലി നടക്കുന്നത്. ഈ ഓസ്കിയിൽ 10 അസസ്മെൻറ്റ് സ്റ്റേഷൻസ് ആണുള്ളത്. ഈ 10 അസസ്മെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ്, അതുപോലെ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് സ്കിൽ, ക്ലിനിക്കൽ സ്കിൽസ് എല്ലാത്തിനും മുകളിലായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഈ 10 സ്റ്റേഷനിൽ ഈച്ച് സ്റ്റേഷന് നമുക്ക് 10 minutes ടൈമാണ് അവർ മാക്സിമം തരുന്നത്. എന്നോട് ലാസ്റ്റ് വീക്ക് അറ്റൻഡ് ചെയ്താണ് പറഞ്ഞത് 2 minutes നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ
ഈ ന്യൂസിലൻഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം പ്രിപ്പറേറ്ററി കോഴ്സ് ഉണ്ട് 2 days. അതിൽ കൾച്ചർ ട്രീറ്റ് യു ഓഫ് വൈറ്റാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, ആ കൾച്ചർ നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞു തരുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഡൊമൈൻസ് കുറച്ച് ഡിസ്കസ് ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഫീസും അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ, അതുപോലെ ഡൊമൈൻസ്, കോമ്പിറ്റൻസി എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്കിനി പറയാനുള്ളത്, ഈ മെയിനായിട്ട് ആളുകൾ ഫെയിലാകുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. കാരണം ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസ് ക്ലിനിക്കലി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ക്ലിനിക്കൽ സ്കിൽസ് നമുക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിമുലേഷൻ ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പാനിക്കാകുന്നു, സ്ട്രെസ്സാകുന്നു. അങ്ങനെ പലപ്പോഴും മിസ്റ്റേക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്കത് കിട്ടണില്ല എന്ന് വിചാരിക്കുക. കാരണം ചില ബേസ് ലൈൻ പേഷ്യൻസിൻ്റെ വ്യത്യാസമാണ്, നമുക്ക് കിട്ടണില്ല എന്ന് വിചാരിക്കുക. നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഒരു വാല്യൂ എന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. മൈറ്റ് ബി ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എററാകാം. സോ നിങ്ങളൊരു മേക്കപ്പ് ചെയ്തൊരു കാര്യം പറയുമ്പോൾ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ പേഷ്യൻ്റ് റിയൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ സിമുലേഷന് വേണ്ടി ഇരിക്കുന്ന ആൾ പറയുന്നത് ഇതെൻ്റെ ബേസ് ലൈൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളോട് കള്ളം പറഞ്ഞു തന്നായി നമ്മളൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും. അതിനേക്കാൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് നമുക്കിതിനൊക്കെ മറയ്ക്കാൻ പറ്റും. നമ്മൾ പറയുകയാണ്, എനിക്ക് ചെയ്തിട്ടത് ശരിയാകുന്നില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, മൈബി ഇൻസ്ട്രുമെൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ആകാം, ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വളരെ എഫിഷ്യൻ്റ് ആണ്. പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി പുറകോട്ട് പോകുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇവർ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ വിഷ് ചെയ്ത് അവരുടെ കൺസെൻ്റ് എടുത്ത് അവരുടെ വിശേഷങ്ങൾ തിരക്കി അവർ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈവൻ അവരെ ഒന്നും നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ പോലും വിത്ത് പെർമിഷനിൽ മാത്രം. അതൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഫേസോടുകൂടി ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഭാവത്തോടു കൂടി നമ്മൾ പെരുമാറുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷന് കുറച്ചുകൂടെ എഫക്റ്റീവ്നെസ് വരിക. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ന്യൂസിലൻഡിലേക്ക് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി വരുമ്പോൾ വന്നതിൻ്റെ പിറ്റേ ദിവസം പോയി എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുക. കാരണം ജെറ്റ് ലാഗ്, ഫ്ലൈറ്റ് ലാഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ ആക്സെൻ്റ് ഇച്ചിരി പ്രയാസമാണ്. ന്യൂസിലാൻഡ് ആക്സെൻ്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു 1 വീക്ക് മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ആളുകളുമായിട്ടൊന്ന് സംസാരിച്ച് ഇവിടുത്തെ ഒരു ക്ലൈമറ്റുമായിട്ടൊക്കെ ഒന്ന് അഡാപ്റ്റായി നമുക്ക് ആ എക്സാം നല്ല ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമ്മളാരും അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാനില്ല. പക്ഷേ എങ്കിലും നമ്മൾ പറയുകയാണ്, ഞങ്ങളൊക്കെ വന്ന സമയത്തും ഞാനും ക്യാപ് പ്രോഗ്രാമാണ് ചെയ്തത്. ഞങ്ങളൊക്കെ വന്ന സമയത്ത് ക്യാപ്പിന് നമുക്ക് തിയറിറ്റിക്കൽ ഇൻ പേഴ്സൺ കോളേജിലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ തിയറിറ്റിക്കലിന് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്താണ് ഈ ക്യാപ്പ് ചെയ്തത്. ഞങ്ങൾ ഈ ക്യാപ്പിന് പോകുമ്പം ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10 ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് നാഷണാലിറ്റീസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ ആ ക്ലാസ്സിലിരിക്കുമ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും IELTS 7 ഒക്കെ എടുത്ത് വന്നവരാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആദ്യം ചിന്തിച്ചു ഞങ്ങൾക്ക് എന്താണ് പറ്റുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളിത് കേൾക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റും. കാരണം മരിയാസിനോട് ഞാൻ പറയുന്നുണ്ട്, മരിയാസിന് നമുക്ക് എന്താ മനസ്സിലാകാത്തത്, നിനക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വിചാരിച്ചത് ട്യൂട്ടറിൻ്റെ സൗണ്ട് കുറവാഞ്ഞിട്ടായിരിക്കും. കാരണം ട്യൂട്ടർ ഒരു 65+ ആളാണ്, ഏജ്ഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ആഫ്റ്റർ 1 hour കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ക്ലാസ് ആകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. ഞങ്ങൾ ഇൻ്റർവെൽ പീരീഡ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ട്യൂട്ടറിനോട് ഈ കാര്യം തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല, എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഞങ്ങൾ ന്യൂസിലാൻഡ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അവരതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വളരെ സ്ലോ ഡൗൺ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ ആക്സെൻ്റ് ആണ് നമ്മുടെ പ്രശ്നം. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം നമ്മൾ
വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡ് ന്യൂസ് കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുക എങ്ങനെയാണ് എന്താണെന്നൊക്കെ തുടങ്ങി. അതിനുശേഷം ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടു തുടങ്ങി. ഞങ്ങൾക്ക് പിന്നെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ഓസ്കെയും പ്രാക്ടിക്കൽസും ഒക്കെ ഫിനിഷ് ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ OET IELTS ഒക്കെ എഴുതിയതിന് ശേഷം ചിലപ്പോൾ ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിന് വേണ്ടി ഒരു 6 month അല്ലെങ്കിൽ 1 year എടുത്ത് കാണും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇംഗ്ലീഷുമായിട്ടുള്ള ടച്ച് ഒന്ന് പോയിട്ടുണ്ടാകും. സോ ടച്ച് പോകരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറീസ്, കാര്യങ്ങൾ, മൂവീസ്, ഷോർട്സ്, ന്യൂസ് അതൊക്കെ കാണുക, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് നമ്മൾ വിത്തൗട്ട് അവരുടെ പെർമിഷനിൽ അങ്ങനെ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നീ അവിടെ പോയി ഇരിക്കുക, അതൊന്നും ഇവരെല്ലാം ഒരു പ്ലീസ് ബ്യൂട്ടിയും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നമ്മൾ ഇപ്പം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പകുതി പാർട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈച്ച് നമ്മൾ പറഞ്ഞു 10 അസസ്മെൻറ്റ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ 10 minutes ആണ് തരുന്നത്. ഇപ്പോൾ ഒരിടത്ത് നമ്മൾ 5 minutes എടുത്തു, അപ്പോൾ അടുത്തതിലേക്ക് 15 minutes കിട്ടുമോ അല്ലെങ്കിൽ തരുമോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ അങ്ങനെ തരില്ല. കാരണം അവർ ആ 10 minutes തന്നെയാണ് ഈച്ച് സ്റ്റേഷൻ, നമ്മൾ കുറച്ചെടുത്താലും കൂടുതലെടുത്താലും. അപ്പം ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡൊമൈൻസ്, ന്യൂസിലാൻഡ് കോമ്പിറ്റൻസിയും ഈ 10 സ്റ്റേഷനിലും അവർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളത് അപ്ലൈ ചെയ്ത് ഇവരുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ എക്സാമിന് ഇടയ്ക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനറോട് നിങ്ങൾ ന്യൂസിലാൻഡ് ആണെന്ന് പറഞ്ഞ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുക. അത് അവർ വളരെ പോസിറ്റീവായി എടുക്കുകയുള്ളൂ, ഒരിക്കലും നെഗറ്റീവായി എടുക്കില്ല. സോ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇനിയുള്ള നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്കി ഫെയിലായാൽ ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഓസ്കി ഫെയിലിയർ റേറ്റ് ഉണ്ട്, അതൊരു സാഡ് ന്യൂസ് ആണ്. പക്ഷെ എങ്കിലും നമുക്ക് ഇത്രയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ടിപ്സ് ഉപയോഗിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് സക്സസ് ആകാൻ സാധിക്കും. അതുപോലെ ഫെയിൽ ആകുകയാണെങ്കിൽ നമുക്ക് 3 attempt ആണുള്ളത്. ഈ 3 attemptൽ 4 to 6 ടൈം ഫ്രെയിമാണ് അടുത്ത ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് കിട്ടാനായിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ഇനിയും അത് കൂടാം. കാരണം ന്യൂസിലാൻഡ് കൗൺസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഹൈ വോളിയം ആപ്ലിക്കേഷനാണ് ഓസ്കിക്ക് അവർ റിസീവ് ചെയ്തത്. സോ മൈറ്റ് ബി ടൈം ഫ്രെയിം കൂടും. പക്ഷെ അതിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ വിസയുടെ കാലാവധി ചിലപ്പോൾ കഴിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ റീടേക്ക് എടുക്കുക. പക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്ത് ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച്, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം അടുത്തത് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, ഓസ്കി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോബ് റിസൈൻ ചെയ്തതിന് ശേഷം വരരുത്. ഇപ്പോഴത്തെ ആ ഒരു കറൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾക്ക് ജോബ് ഓഫർ ഉടനെ ലഭിക്കണമെന്നില്ല. സോ APC ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ പോവുക. നിങ്ങൾക്ക് അതിന് ശേഷം APC അപ്ലൈ ചെയ്യുക. APC ലഭിച്ചതിന് ശേഷം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു CV പ്രിപ്പയർ ചെയ്യുന്നത് APC നമുക്ക് ഈവൻ റിന്യൂ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അങ്ങനെ APC ഒക്കെ റിന്യൂ ചെയ്ത്, അല്ലെങ്കിൽ APC നമ്മുടെ ബെഡ് അനുസരിച്ചാണ് APC വരുന്നത്, അല്ലെങ്കിൽ APC അപ്ലൈ ചെയ്ത് അതിനുശേഷം നല്ലൊരു ജോബ്, കാരണം ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ മാറി ജോബ് വരുന്ന ആ ഒരു സമയത്ത്, വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇൻ്റർവ്യൂ ഇവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്താലും നാട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്താലും എല്ലാം സെയിം ആണ്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജോലിയോട് കൂടി തന്നെ ആറാനായിട്ട് ഇവിടെ വരാൻ സാധിക്കും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത്, നമ്മൾക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് ഇനി ഫിനാൻഷ്യലി ക്രൈസിസ് ആണ്, എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ, ഞാനിപ്പോൾ ഫെയിലായിപ്പോയി, കാരണം അടുത്ത ഒരു എക്സാമിൻ്റെ ഡേറ്റ് ജനുവരി ഫെബ്രുവരി വരെയൊക്കെയാണ് കിടക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു, നമ്മളോട് ഒരാൾ ചോദിച്ചതാണ്. പക്ഷേ അതിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിസേനെ ഡിപ്പെൻഡ് ചെയ്താണ്. നിങ്ങളുടെ വിസിറ്റർ വിസയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആരെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓഫർ തരാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈവൻ കെയർ ഗീവറായിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡ്യൂട്ടിയിലോ നിങ്ങൾക്ക് ചേരാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് നമുക്ക്
കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിപ്പറേറ്ററി കോഴ്സ്, അങ്ങനെയൊക്കെ നമുക്ക് മാറാൻ പറ്റും. പക്ഷേ അത് വളരെയധികം ചിന്തിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസ്കിയെ കുറിച്ച് പറഞ്ഞു. ഓസ്കി നമ്മൾ സക്സസ് ആകാനായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കണം, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് ആകരുത്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് അവരോട് ചോദിക്കുക. അങ്ങനെ തെറ്റുകൾ, കാരണം ഹൈ മെഡിക്കേഷൻ എററോ അല്ലെങ്കിൽ നല്ല വലിയ എററൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫെയിലാക്കും. സോ അങ്ങനെ എററൊന്നും വരാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അത് റെക്ടിഫൈ ചെയ്തു പോകുക. പക്ഷെ മെയിനായിട്ട് ഇവർ നോക്കുന്നതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ. സോ അതുണ്ടെങ്കിൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വന്നുകൊള്ളും. കാരണം ഇവർക്കറിയാം, കാരണം നമ്മുടെ ഇൻ്റർനാഷണൽ നേഴ്സസ് ആണ്, നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ക്ലിനിക്കലി നമ്മൾ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ആ ഒരു ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസിനെയും അതുപോലെ തന്നെ ഇവരുടെ ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറും, ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുമോ, നമ്മൾ ഓക്കെ ആണോ, അവരുടെ കൾച്ചറുമായിട്ട് നമ്മൾ ഓക്കെ ആണോ, അതൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ക്യാപ്പ് ഡൊമൈൻ എങ്ങനെ ഈ 10 അസസ്മെൻറ്റ് സ്റ്റേഷനിൽ അപ്ലൈ ചെയ്യുന്നത്, ഈ അസസ്മെൻറ്റ് സ്റ്റേഷൻസ് എന്താണ്, ഇതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. അതുപോലെ തന്നെ നമ്മളോട് കുറച്ച് ആളുകൾ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളായിട്ട് വരാം. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി എഡ്യൂറ്റേഴ്സ് വിത്ത് ജെ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.